എല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണാശംസകൾ. നമുക്ക് തിരുവോണ നാളിൽ നേദിക്കാനുള്ള പൂവടയും പഴനുറുക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണ പൂവടയും പഴനുറുക്കും നേദിച്ചതിന് ശേഷം അതാണ് അന്ന് രാവിലെ പ്രാതലിനായിട്ട് ഉപയോഗിക്കുക. മറ്റു ജോലി തിരക്കുകൾ വരുന്നതുകൊണ്ട് നേദിച്ച പൂവടയും പഴനുറുക്കും പപ്പടവും ഉപ്പേരിയുമാണ് നമ്മൾ പ്രാതലായിട്ട് കഴിക്കുക. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ലോണം പഴുത്ത ഏത്തപ്പഴമാണ് സാധാരണ പഴനുറുക്കിന് എടുക്കാറുള്ളത്. ഞാനിവിടെ പഴനുറുക്ക് ഉണ്ടാക്കുന്നതിനിടയിൽ അമ്മ അവിടെ അട ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. നന്നായി പൊടിച്ചെടുത്ത അരി വറുത്ത് നന്നായി അരിച്ചെടുക്കുക. അത് നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. ഇലയുടെ മറുവശത്ത് കനം കുറച്ച് പരത്തി തേങ്ങ ശർക്കരയും കൂടി വിളയിച്ച് ചേർത്തത് അതിന് നടുവിൽ വെച്ചിട്ട് മടക്കിയെടുത്ത് ആവിയിൽ പുഴുങ്ങിയെടുക്കുക. അങ്ങനെയാണ് പൂവട ഉണ്ടാക്കുന്നത്. നന്നായി പഴുത്ത നേന്ത്രപ്പഴം രണ്ടായി മുറിച്ച് ഒന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കുക, അല്ലെങ്കിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ ആവിയിൽ പുഴുങ്ങിയെടുത്തിരിക്കുകയാണ്. അത് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ച്, ഓരോരുത്തരുടെ മധുരത്തിൻ്റെ പാകം അനുസരിച്ച് ശർക്കരപ്പാനി ഒഴിച്ച് ഒന്ന് വരട്ടിയെടുക്കുക. വരട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം ഉടഞ്ഞു പോകരുത്. നമ്മളൊന്ന് മുറുകാനായിട്ട് ഒന്ന് വറ്റുന്ന വരെ അതിലിട്ട് ഒന്ന് മറിച്ചും തിരിച്ചും മറിച്ചും ഒന്ന് വേവിച്ചെടുക്കുക. ശർക്കരപ്പാനി വറ്റി തുടങ്ങി. നമ്മൾ പഴം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരും. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച്, ചിലർ തേങ്ങയാണ് ചേർക്കുക, നമ്മളിവിടെ തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് അത് വറ്റുന്ന വരെ ഇളക്കി കൊടുക്കേണ്ടിരിക്കും. തേങ്ങാപ്പാൽ കുറുകി ഇതിൻ്റെ കൂട്ടത്തിൽ ചേരും. തേങ്ങ ഇട്ട് കൊടുത്താൽ ഇടയ്ക്ക് തേങ്ങ കടിക്കും, നമുക്ക് അതുപോലെ കഴിക്കാം. നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കും. നെയ്യിൽ കിടന്ന് ശരിക്കും നല്ല കുറുകി. നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ സ്വാദേറാൻ വേണ്ടി ചുക്കും ഏലക്കായും പൊടിച്ച് ഇട്ട് കൊടുക്കാം. ചിലവർ ജീരകം ചേർക്കും. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല, നേദിക്കാനുള്ളത് കൊണ്ട് അതൊന്നും ചേർക്കും. ഇപ്പോൾ നല്ലവണ്ണം വറ്റി വന്നു തുടങ്ങി, നല്ല മണമുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അതിൽ കിടന്ന് ഒന്നുകൂടെ വറ്റിക്കോളും. ആ നേരം കൊണ്ട് നമുക്ക് അമ്മയുടെ അപ്പുറത്ത് അട വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ തുറന്നു നോക്കാം. തിരുമേനിയെഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി താഴ്വാരം കോടിക്കുടവയുടത്തും നെറ്റികൾ കുറ്റിക്കൊരു ചാന്തം പൊട്ടും അക്കം പത്തോണം തിരുവോണം പൊന്നോണം നല്ലോണം. ഓണം കൊണ്ടു കഴിഞ്ഞു. ഓണത്തിന് നേദിച്ച പഴനുറുക്കും പൂവടയും പപ്പടവും ഉപ്പേരിയും തിരുവോണ നാളിലെ പ്രാതൽ. നമുക്കത് കഴിക്കാം. പഴനുറുക്കും പപ്പടവും ചേർത്ത് പൊടിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ഇത് കഴിക്കുക. അതൊരു പ്രത്യേക രുചിയാണ്. കാരണം ഈ പഴം ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും നെയ്യും ചേർത്ത് വരട്ടിയെടുത്തിരിക്കുന്നത് നല്ല രുചിയാണ്. അതിൻ്റെ കൂടെ പപ്പടത്തിൻ്റെ ഉപ്പും കൂടെ ചേരുമ്പോഴത്തേക്കും നല്ലൊരു രുചിയാണ്. കഴിച്ച് തന്നെ അറിയണം അതിൻ്റെ രുചി.
കഴിക്കുന്നതിന് ചില രീതികളുണ്ട്. സാധാരണ വെറുതെ ഇങ്ങനെ കുഴച്ച് കഴിക്കും. ചില നാടുകളിൽ ഇത് കുഴച്ച് ഒരു പ്രത്യേക ഷേപ്പിലാക്കി എടുക്കും. അവരതിന് ചാണ എന്നാ പറയാം. അപ്പൊ എനിക്ക് തോന്നുന്നത് ചാണ എന്ന് പറയുന്നൊരു സംഗതി മുമ്പുണ്ടായിരുന്നു. നമ്മുടെ മരുന്ന് അരയ്ക്കാൻ അല്ലെങ്കിൽ ചന്ദനം അരയ്ക്കാനൊക്കെ ഉപയോഗിച്ച റെക്ടാങ്കുലർ ഷേപ്പിൽ ഒരു കല്ലുണ്ടായിരുന്നു, ചാണക്കല്ല്. അപ്പൊ അതായിരിക്കാം ചാണ എന്ന് പറയുന്നത്. ചാണ എന്ന് ഇതിനെയാണ് ആളുകൾ ചാണ എന്ന് പറയുന്ന ഷേപ്പ്. അപ്പൊ ഇതുപോലെ 2, 3 പഴനുറുക്ക് 2, 3 പപ്പടമൊക്കെ ചേർത്ത് പൊടിച്ച് ഈ ഷേപ്പിലാക്കി പല അടുക്കടുക്കായിട്ട് വെക്കും. എന്നിട്ട് ഓരോ ചാണ എടുത്ത് കഴിക്കും. അങ്ങനെ ഒരു രീതിയുണ്ട്. പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ സാധാരണ ഇത് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കും. സൂപ്പർ. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഏത്തപ്പഴം പുഴുങ്ങി അല്ലെങ്കിൽ ഏത്തപ്പഴം വേവിച്ച് ശർക്കര പാനിയിലിട്ട് വീണ്ടും വേവിച്ച് തേങ്ങാപ്പാലും നെയ്യും ചേർത്ത് വരട്ടിയെടുക്കുക. അതിൻ്റെ കൂടെ പപ്പടം കൂടെ പൊടിച്ച് ചേർത്ത് കഴിക്കുക. അസാധ്യ രുചിയാണ്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു പൂവട കഴിക്കാൻ. ദേഹിച്ച പൂവട ഇവിടെ ഞങ്ങൾക്ക് ആദ്യം. ഇതാണ് പൂവട. നമ്മൾ നേരത്തെ കണ്ടത് ശർക്കരയിൽ തേങ്ങ വിളയിച്ചെടുത്ത് അരി മാവ് പരത്തി അതിനുള്ളിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തു. ഇതുപോലെയുള്ള നമ്മുടെ പാരമ്പര്യം ഭക്ഷണങ്ങള് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടമാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ എൻ്റെ മോള് ഇതൊക്കെ ഇഷ്ടമാണ്. അട ശർക്കര തേങ്ങ വെച്ച് വേവിച്ചൊക്കെ എൻ്റെ മോൾക്ക് ഇഷ്ടമാണ്. അത് കഴിക്കാറുണ്ട്.